എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടില്ല? എന്റെ പാട്ടിലുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെയാണോ? മനസ്സിലായില്ല, ഞാൻ മനസ്സിലാക്കി തരാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ടായിരുന്നു, അല്ല ഞങ്ങളോട് ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് കുട്ടി പറഞ്ഞത് കേട്ടോ, മനസ്സിലായി? അല്ല, അവള് പറഞ്ഞാലേ ചെയ്യൂ. ഓക്കേ, നമ്മുടെ ഭാഗത്ത് രണ്ടുപേർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഖിലക്കുട്ടി, എന്തോ ഇതൊക്കെയുണ്ട് വിശേഷം. സുഖം. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ പാട്ടിൽ വരുമ്പം ഞങ്ങൾ തകർക്കും, അല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടോ? അതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. റിമിക്ക് അല്ല, റിമിക്ക് അഖിലായിട്ട് എന്തെങ്കിലും ഞാനേ കുറച്ചാൾ ഇവിടെ ഇരുന്നപ്പോ എനിക്ക് ഓരോരുത്തരുടെ ആ ക്യാരക്ടർ എന്താണെന്ന് പിടികിട്ടി. ഇനി ചോദിച്ചോളൂ, വേറൊരു ചോദ്യം ചോദിച്ചോളൂ. അപ്പൊ അല്ല, വേറൊന്നുമില്ല, സുഖം. അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. ചിലപ്പോ നമുക്ക് ഇവള് മിണ്ടുമ്പോ ഇങ്ങനെ വഴക്ക് പറയുന്ന എന്റെ കൂടെ സുഖാണോ? ആ സുഖം. അങ്ങനെ അങ്ങനെയല്ല മോളെ, എന്തൊരു രണ്ടു വാക്ക് സംസാരിച്ചിട്ടോ അല്ലെ ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നതാന്ന്. പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും എന്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സും കൂട്ടുകാരും നാട്ടിലത്തെ എല്ലാരും നിങ്ങളെല്ലാരോടും ഹായ് പറയാൻ പറയും. ഒരു പുതിയ മാറ്റം, വല്ലാത്ത വിശേഷം. ഇതുവരെ ഒരു മത്സരാർത്ഥി പറയാത്തൊരു വിശേഷം അല്ലേ? അതെ, കളിയാക്കിയതാണ്. മനസ്സിലായില്ലല്ലേ? അത് നന്നായി കേട്ടോ. അപ്പം എന്തായാലും മീനൂട്ടിയുടെ കഥയല്ലേ പറയാൻ പോകുന്നേ? വല്ലഭൻ എന്ന് വരുന്നു. അതായത് ഈ മീനൂട്ടിയുടെ വല്ലഭനും പുല്ലുവായുധം എന്ന് പറഞ്ഞ ആ വല്ലഭനാണോ? അതന്നെ, മീനൂട്ടിയുടെ ഒരു കഥയാണ് സംഭവം. എന്ന് വരും, വിളിച്ചു ചോദിക്കാം, നമുക്കറിയത്തില്ലല്ലോ. കാരണം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കേറ്റൂ. പിന്നെ ഞങ്ങൾ ഇരു കൈകളും നീട്ടി. അല്ല, ഞങ്ങളെന്ന് വെച്ചാ വീട്ടിലെല്ലാരും ഇല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. വല്ലഭം വരുമ്പോ മെയിനായിട്ട് സ്വീകരിക്കേണ്ട ആള് മീനൂട്ടിയാണല്ലോ. എനിക്ക് വല്ലഭൻ ഓക്കെയാ. ഞാൻ നിങ്ങളുടെ ജനറേഷനിൽ പെട്ടൂല, ഇവരുടെ ജനറേഷനിലും പെട്ടൂല, ഇടയ്ക്ക് പെട്ടുപോയി. ഞങ്ങളുടെ മേളിൽ പറ്റും. ഈ 90s ഏതാ സിനിമ? ഒരു സുന്ദരിയുടെ കഥ. അയ്യോടാ, നല്ല അയ്യോ, എന്റെ കഥയോ? അല്ലല്ല, സോറി, അനൗൺസ് ഓൾറെഡി മീനൂട്ടി എടുത്തുപോയി. ഇച്ചിരി വൈകി പോയി. ഇനി അടുത്തത് ഡീറ്റെയിൽസ്. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാറ്, പാടിയത് പി സുശീലാമ്മ. ഇയർ 1972. ഇനി ഒന്നും നോക്കണ്ട, നോക്കി അങ്ങോട്ട് പാടുക. അങ്ങോട്ട് വെച്ച് കീച്ചുക. ഏതാ കുട്ടിയുടെ ഒന്നും നോക്കാനില്ല. ഏതാ കുട്ടി ഇല്ലയോ? എന്റെ ഒരു നസ്രാണി ഇല്ലാണത്രേ. അങ്ങനെ ഒരു ഇല്ലുണ്ടോ? എന്റെ അനിയനെ ഒരു ദിവസം മള്ളിയൂര് അമ്പലത്തില്, അവിടെ പണ്ട് നമ്മുടെ ഭാഗവത ഹംസം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, ശങ്കർ നമ്പൂരി അദ്ദേഹം. അപ്പോൾ ഒരു ദിവസം ഞാൻ എവിടെയോ ടൂറിന് പോയ സമയത്ത് എൻ്റെ അനിയനും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരും കൂടി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം നല്ല വയസ്സായിട്ടുള്ള ആളെ അദ്ദേഹമാണ് അനിയനെ പരിചയപ്പെടുത്തി എൻ്റെ കൂട്ടുകാർ. ഇത് മധുച്ചേട്ടൻ്റെ അനിയനാണ് കേട്ടോ. അല്ലല്ല സതീഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മധുച്ചേട്ടൻ്റെ അനിയനാണ് തിരുമേനി എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ എവിടെയാ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അനിയൻ, സാധാരണ ചേട്ടൻ എന്നല്ലേ, ആകെ കൺഫ്യൂഷൻ. ജ്യേഷ്ഠൻ പുറത്തു പോയിരിക്കുക. ജ്യേഷ്ഠനും അല്ല, ചേഷ്ടൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.